ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഗായ്സ്, ഞാനിവിടെ വഴുതനങ്ങ സബ്ജി ഉണ്ടാക്കുവാണ്. അതിന് ഞാൻ വഴുതനങ്ങ സെൻറ്ററിൽ കൂടെ ഞാൻ കട്ട് ചെയ്യുവാണ്. ഈ ബ്രിഞ്ചോൾ കറി ഞാൻ കുക്കറിനകത്താണ് ഉണ്ടാക്കുന്നത്. ഇവിടെ കടുക് പൊട്ടി ഞാൻ ഉള്ളി എല്ലാം കൂടി ഇതിനകത്തോട്ട് കുക്കറിനകത്തോട്ട് തന്നെ വഴറ്റാനിടുവാണ്. ഞാൻ ഇതിനകത്തോട്ട് തന്നെ 2 ബിരിയാണി ഇല ഇടുന്നുണ്ട്, കുറച്ച് പട്ട ഇട്ടിട്ടുണ്ട്, ഒരു കൊച്ചു കഷ്ണം. ഇതിനകത്ത് ഞാൻ 2 ഏലക്കയും 1 ഗ്രാമ്പും ചേർക്കുന്നുണ്ട്. ഏലക്ക ഒന്ന് പൊട്ടിച്ചിട്ട് വേണം ഇടാൻ. ഉള്ളി ഒത്തിരി നേരം വഴറ്റേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഞാൻ ഒരു 3 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി 2 സ്പൂണ് മുളക് പൊടി, കാശ്മീർ ചില്ലി പൗഡർ, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് ഗരം മസാല. അതിനകത്തോട്ട് തന്നെ ഞാൻ ഒരു കൊച്ചു തക്കാളിക്കയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കാമേ. അതിനകത്ത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് മസാല ഒന്ന് വഴറ്റി ഞാൻ അതിനകത്ത് ബ്രിഞ്ചോൽ അങ്ങനെ മുഴുവനോട് ഇടുവാണേ. അതിന് തണ്ടൊന്നും ഞാൻ കണ്ടിച്ച് കളഞ്ഞിട്ടില്ല, നല്ലപോലെ കഴുകിയതാണേ. ബ്രിഞ്ചോൽ ഞാൻ മസാലയ്ക്കകത്ത് നല്ലപോലെ വഴറ്റിയേ. ഇനി ഞാൻ ഇതിനകത്ത് ഇച്ചിരിയും വെള്ളം ഒഴിക്കുകയാണ്. ഒത്തിരി വെള്ളം ഒഴിക്കുന്നില്ല, ഇച്ചിരിയും വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. കുക്കറിനകത്ത് 2 വിസിലാവും അടുപ്പിച്ചിട്ടുള്ള. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. സൂപ്പർ. അങ്ങനെ നമ്മുടെ ബ്രിഞ്ചോൾ പൊട്ടാറ്റോ സബ്ജി റെഡി. ചപ്പാത്തി കഴിക്കാൻ സൂപ്പറാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.